ഓൺലൈനിൽ നിന്ന് സത്യസന്ധമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള സാധ്യതയുടെ മേൽ കരിനിഴൽ വീഴ്ത്തുന്ന ഏറ്റവും പുതിയ ഭീഷണിയാണ് ഡീപ്പ് ഫേക്സ്. ഇന്ത്യയിൽ ഈയിടെയായി രൂപമാറ്റം വരുത്തി പ്രചരിപ്പിക്കുന്ന വീഡിയോകളുടെ വലിയേറ്റം തന്നെയുണ്ട്. ആളുകളുടെ വിശ്വാസം തകർക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ഭിന്നതകൾ വിതയ്ക്കാനും എല്ലാം ഇവയ്ക്ക് സാധിക്കും. നമസ്കാരം, ഞാൻ ജയന്ത് മാമൻ മാത്യു, മലയാള മനോരമയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ. ഫാക്ട് ശാല, മീഡിയ വൈസ് എന്നിവയുടെ മീഡിയ ലിറ്ററസി അംബാസിഡർ എന്ന നിലയിൽ ഓൺലൈനിലെ വിവരങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനും തെറ്റായ വിവരങ്ങൾ ഒഴിവാക്കാനും ഞാൻ നിങ്ങളെ സഹായിക്കാം. ഡീപ്പ് ഫേക്സും ശരിക്കും യഥാർത്ഥമെന്ന് തോന്നിപ്പിക്കുന്ന കൃത്രിമ വീഡിയോകളും റെക്കോർഡിങ്ങുകളും എല്ലാം പലപ്പോഴും നമ്മെ തെറ്റിദ്ധരിപ്പിക്കും. ഇവ നമ്മുടെ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ രംഗത്തുമെല്ലാം എത്തിക്കഴിഞ്ഞു. വ്യാജ വാർത്തകളുടെയും ആശയക്കുഴപ്പത്തിൻ്റെയും ഒരു ലോകം തന്നെ ഇവ സൃഷ്ടിക്കുന്നു. ഉദാഹരണത്തിന്, ഈ അടുത്ത് ബോളിവുഡിൽ നിന്നുള്ള ഒരു ഡീപ്പ് ഫേക്ക് വീഡിയോ രാജ്യത്തെ ഞെട്ടിച്ചു. ഒരു പ്രമുഖ നടനെ കാണിക്കുന്ന ഈ കെട്ടിച്ചമച്ച വീഡിയോ കാട്ടുതീ പോലെ പടർന്നു. ഇത്തരം വീഡിയോകൾ കേട്ടുകേൾവികൾ പടച്ചു വീടുന്നു. പ്രമുഖ വ്യക്തികളുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടമുണ്ടാക്കുകയും ചെയ്യുന്നു. ആളുകൾക്കിടയിൽ വലിയ ഉത്കണ്ഠയും ആശങ്കയും സൃഷ്ടിക്കാനും ഇതിന് കഴിഞ്ഞു. ഏതൊരു വ്യക്തിയുടെയും ഫോട്ടോകൾ ഇത്തരത്തിൽ രൂപമാറ്റം വരുത്തി പ്രചരിപ്പിക്കാവുന്നതേ ഉള്ളൂ എന്ന് നാം ഓർക്കണം. എന്താണ് ഇവയുണ്ടാക്കുന്ന ആഘാതം? സത്യത്തിൻ്റെ ഘടന തന്നെ. ഇവ കീറിമുറിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഡീപ്പ് ഫേക്സ് നമ്മുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് അത്രമേൽ കടന്നു കയറി കഴിഞ്ഞതിനാൽ ചിലപ്പോൾ അങ്ങനെ തോന്നാം. ഒരു പ്രമുഖ വ്യക്തി അപകീർത്തി ഉണ്ടാകുന്ന വിധം പ്രവർത്തിക്കുന്നതായി കാട്ടിയാൽ അവരുടെ സൽപ്പേരിന് ഒരു രാത്രി കൊണ്ട് കളങ്കം വരുമല്ലോ. ഇത്തരം ഡീപ്പ് ഫേക്ക് വീഡിയോകൾ എല്ലാം അപകടകരമല്ല. തമാശയ്ക്കും വിനോദത്തിനും വേണ്ടി മാത്രമുള്ളതുമുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള വീഡിയോ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വഞ്ചനകളുടെ ഈ കാലത്ത് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ഉണ്ട്. ഡീപ്പ് ഫേക്കുകൾ ഉൾപ്പെടെ ഏതു രൂപത്തിലുള്ള തെറ്റായ വിവരങ്ങൾക്കുമെതിരെ കവചമാകാൻ നമ്മുടെ ജാഗ്രതയ്ക്കും വിമർശന ചിന്തയ്ക്കും സാധിക്കും. ഡീപ്പ് ഫേക്കുകൾ തിരിച്ചറിയാൻ മാന്ത്രിക വിദ്യയൊന്നും ആവശ്യമില്ല. ആധികാരികമായ സോഴ്സുകളിൽ നിന്ന് വിവരങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാം. അങ്ങനെ ഉള്ളടക്കത്തിൻ്റെ വിശ്വാസ്യത ഉറപ്പിക്കാനും ഇതേക്കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കാനും കഴിയും. ഡീപ്പ് ഫേക്കുകൾ തിരിച്ചറിയാനും അവയെ ചേർക്കാനും നമുക്ക് കഴിയും. സാങ്കേതിക വിദ്യയുടെ പുരോഗതി കൊണ്ട് ഡീപ്പ് ഫേക്കുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഡീപ്പ് ഫേക്കുകളുടെ ആധികാരികത പരിശോധിക്കാൻ നമ്മുടെ വിമർശന ബുദ്ധി പ്രയോഗിക്കണം. ഇത്തരം വ്യാജ വിവരങ്ങളെ തുരത്താൻ നമുക്ക് ഒന്നിച്ചു നിന്ന് പോരാടാം. AI ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വ്യാജ ഇമേജുകൾ ഉയർത്തുന്ന ഭീഷണിക്കെതിരെ ജാഗ്രത പാലിക്കാൻ ആളുകളെ സഹായിക്കാം. ഡീപ്പ് ഫേക്കുകളുടെ വേലിയേറ്റത്തിനെതിരെ നമുക്ക് ഉറച്ചു നിൽക്കാം. സത്യത്തെ സംരക്ഷിക്കാനുള്ള ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. സത്യം തന്നെ അവസാനം വിജയിക്കുമെന്ന് നമുക്ക് ഒരുമിച്ച് ഉറപ്പുവരുത്താം.